ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദുള്ള വളരെയധികം സ്വാദാണ്. ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി നോക്കും. വെള്ളക്കടല തലേ ദിവസം രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ രാവിലെ എടുത്ത് ഉപയോഗിക്കാം. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുക. കടല 1 കപ്പിട്ടു. കുക്കറിലാണ് 2 കപ്പ്, രണ്ടാമത്തെ കപ്പ് ഇടുന്നു. 3 കപ്പ് കുതിർത്ത കടലയാണ് ഇട്ടിരിക്കുന്നത്. നല്ല കുതിർത്ത കടലയാണ്. 3 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു. 2 കപ്പ്, 3 കപ്പ് കടലയ്ക്ക് 3 കപ്പ് വെള്ളം തന്നെ ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പിടാം. അങ്ങനെ നമുക്ക് ഗ്ലാസ് കപ്പിട്ട് ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ കേട്ടപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. കടല തണുക്കുമ്പോഴേക്കും, കുക്കർ തണുക്കുമ്പോഴേക്കും നമുക്ക് ഫ്രൈങ് പാൻ അടുപ്പയിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുകിടാം. 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകിടാം. മുളകും കൂടി ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ 2 വെളുത്തുള്ളി അല്ലി, 2 വലിയ വെളുത്തുള്ളി അല്ലിയാണിത്. ചെറിയ വെളുത്തുള്ളി അല്ല, 2 വലിയ വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ വലുതായിട്ട് അരിയെടുക്കുക. ചെറുതായിട്ട് അരിയല്ല, ഇതുപോലെ വലുതായിട്ട് അരിയുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ ഇരിക്കട്ടെ. ഉള്ളി മൂക്കാനൊന്നും മൂപ്പിക്കുകയും ചെയ്യരുത് അധികം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണാണ്. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് നമുക്കൊന്ന് മല്ലി ഒന്ന് കിട്ടാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂപ്പിക്കാം. ഉള്ളി മൂപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ആദ്യമേ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടത്. ഇങ്ങനെ ഇടട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, അല്ലാതെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതിൻ്റെ സ്വാദൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കും. ഇനി ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കിടന്നാൽ മതി. ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. കടല നല്ലവണ്ണം തണുക്കണം. കുക്കർ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കടലയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കുറച്ച് കടല നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു 2 കറി കടല എടുത്ത് അതുപോലെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഈ കടല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിയൊന്നും മൂക്കാതെ കഴിക്കുന്നതാണ് നല്ല. ഉള്ളി നമുക്കിങ്ങനെ കടിച്ച് കഴിക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിൽ കിടക്കുന്ന സവാള. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. മിക്സിയുടെ ജാറിൽ ഒരു പരന്ന പാത്രത്തിയിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ 2 കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാം. ഇതിങ്ങനെ അരച്ചെടുക്കുക. എന്നിട്ട്
ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് യോജിപ്പിക്കാം. അപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു കടലക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി എപ്പോൾ തിന്നറിയണ്ട, എല്ലാം ചപ്പാത്തിയുടെ കൂടെ അപ്പം പുട്ട് എല്ലാത്തിനും കൂടെ ഒപ്പവും കഴിക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് അസാധ്യ രുചിയുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കി കാണിച്ചത്. അതാ കണ്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഉടനെ തന്നെ. ഇനി ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. ഇത് കണ്ടാൽ എല്ലാവർക്കും നമസ്കാരം. ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ.